ഹായ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു കമ്മീഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ ഇൻട്രിക്കേറ്റ് ആയിട്ട് വരുന്ന വർക്കിൽ ഞാൻ ഒറ്റ സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഞാൻ വീഡിയോ എന്തായാലും ചെയ്യുവാണ്, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണ്. നമുക്ക് ഈ ഒരു പോർട്രേറ്റിൽ കാണുമ്പോൾ മനസ്സിലാവും, ഫേസിൽ അതിലെ കണ്ണ് മൂക്കൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇൻട്രിക്കേറ്റ് ആയിട്ട് നല്ല കെയർഫുള്ളി ചെയ്യേണ്ട ഒരു പോർഷനാണ് ഈ കണ്ണ് മൂക്കൊക്കെ വരുന്നത്. നമ്മുടെ പോർട്രേറ്റ് എത്ര വലുതാണോ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ സ്റ്റാൻഡ്സും കൂട്ടി കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ കാണിക്കുന്ന നീഡിലാണ് ഞാൻ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതിലും കുഞ്ഞൊരു നീഡിൽ കിട്ടും, അതും നല്ലതാണ്. ബേസിക്കലി ഇത് ഈ ചെറിയ നീഡിൽ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫാബ്രിക്കിൽ നമ്മൾ കുത്തി എടുക്കുമ്പോൾ ഹോളിൻ്റെ ആ ഒരു ഗ്യാപ്പും കുഞ്ഞതായിരിക്കും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ വലിയ നീഡിൽ വെച്ച് ചെയ്യുമ്പം ഫാബ്രിക്കിൽ ഹോള് വലുതായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഈ കുഞ്ഞ് നീഡിൽ എടുക്കുന്നത്. പിന്നെ 1 സ്ട്രാൻഡ് ത്രെഡാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്, ഈ ഒരു പോർട്രേറ്റിൽ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ വലിയ കണ്ണ് മൂക്കൊക്കെ ആണെങ്കിൽ ഞാൻ 2 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതാണ് നമ്മളിപ്പോൾ ആ ഒരു പോർഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു സ്ട്രാൻഡ്സ് ഒരു ത്രെഡിൽ 6 സ്ട്രാൻഡ്സും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഓരോരോ സ്റ്റാൻഡ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഈ ഒരു നമ്മൾ ഫേസിലുള്ള ആ ഒരു ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു എൻറ്റയർലി കംപ്ലീറ്റ്ലി ആ ഒരു പോർട്രേറ്റ് നമ്മൾ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. കാരണം ഒരാളുടെ ഫേസ് മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, ഒന്ന് ഇതാക്കണം, തെറ്റിപ്പോയി, ഒരാളുടെ ഫേസ് മാത്രം മാറിപ്പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു പോർട്രേറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ കെയർഫുള്ളായിട്ടിരിക്കേണ്ട നമ്മുടെ ഫേസിൻ്റെ പോർഷൻ വരുമ്പോഴാണ്. അതാണ് ഞാനിപ്പോൾ കെയർഫുള്ളായിട്ട് നോക്കി ചെയ്യേണ്ട ഒരു പോർഷനാണ് നമ്മൾ ഫേസിൻ്റെ ഇത് വരുന്നത്. ആങ്കർ ത്രെഡാണ് ഞാൻ എല്ലാ വർക്കിനും യൂസ് ചെയ്യുന്നത്. ഇതിനും ഞാൻ ആങ്കർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ട്യൂട്ടോറിയൽ അങ്ങനെ എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും. ഹാൻഡ് എംബ്രോയ്ഡറിയും ഇലിസ്ട്രേഷൻ്റെയും എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാവും. ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ കഴിഞ്ഞു, നമ്മളെ ഫേസിൻ്റെ പോർഷൻ കുറച്ച് കഴിഞ്ഞു, കണ്ണിൻ്റെ പോർഷൻ കുറച്ച് കഴിഞ്ഞു. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും എത്ര ഇൻട്രിക്കേറ്റ് ആയിട്ടാണ് ആ ഒരു പോർഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. Hope you guys enjoy this video and thank you for watching.